ശ്രീനാഥ് ഭാസി നായകനാകുന്ന പൊങ്കാല എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. AB ബിനിൽ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ദീപു ബോസ്, അനിൽ പിള്ള, ഡോണ തോമസ് എന്നിവരാണ് നിർമ്മാതാക്കൾ. ലൈൻ പ്രൊഡ്യൂസർ രജിത രവീന്ദ്രൻ, DOP ജാക്സൺ ജോൺസൺ, സംഗീതം രഞ്ജിൻ രാജ്. സെവനാർട്സ് മോഹൻ എന്ന് പറഞ്ഞ വ്യക്തി പല ചിത്രങ്ങളുടെയും പ്രൊഡക്ഷൻ നിർമ്മാണ കാര്യദർശിയായിട്ട് പ്രവർത്തിച്ചു വന്നു. ഇപ്പോൾ പൊങ്കാലയുടെ ലൊക്കേഷനിലാണ്. അതെ, മീഡിയക്കാരിപ്പോൾ കണ്ടു ഇന്നൊരു വ്യക്തി ഈ പേര് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന വർഷങ്ങളായിട്ട്. എന്ത് തോന്നുന്നു ഈ കാലങ്ങളിൽ വർക്ക് ചെയ്ത് ഇപ്പോഴും പൊങ്കാലയിൽ എത്തി നിൽക്കുന്നു? അതിനെക്കുറിച്ചൊന്ന് പറയുമോ? ഞാൻ ശ്രീനാഥ് ഭാസിയുടെ പടം എന്ന് പറഞ്ഞ ഈ പടം കമ്മിറ്റി ഇപ്പം ഞാനൊരു ചെറിയ പടം ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് ഒരു വലിയ പടമാണ്. ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് ആക്ഷൻ മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സബ്ജക്റ്റാണ്, നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. ഇതിന് ചെലവും കാര്യങ്ങളും നല്ല രീതിയിൽ ചെലവ് ചെയ്തിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടാണ് പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നന്നായി വരുന്നതാണ് ഞങ്ങളെ പ്രതീക്ഷ. നല്ല സബ്ജക്റ്റാണ്. ബാബുരാജ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ സിനിമ നന്നായി വരുന്നതിന്റെ പ്രതീക്ഷ ഞങ്ങൾ എല്ലാവരും ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷൻ നന്നായി വരും. പൊങ്കാലയെ സംബന്ധിച്ച് ഒരുപാട് ഷിഫ്റ്റിംഗ് ഉണ്ട് ലൊക്കേഷൻ. അതെന്ന് വെച്ചാൽ വലിയ ക്യാൻവാസിൽ പറയുന്ന ഒരു ചിത്രം തന്നെയാണല്ലോ. ഇതിനോടകം മോഹൻജിയെ സംബന്ധിച്ച് ഒരുപാട് ഒട്ടനവധി മമ്മൂക്ക ലാലേട്ടനടക്കമുള്ള താരങ്ങളെ വെച്ച് പടം ചെയ്തിട്ടുള്ള ആളെന്ന രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം അതിലേക്ക് വന്നപ്പോൾ ഇതിലും അതുപോലെ തന്നെ മേക്കിങ്ങിൽ അത്ര വിപുലമായ തന്നെ ക്യാൻവാസിലാണ് പറയുന്നത്. ആ ഒരു ഇതിനെ നമ്മൾ സാധാരണ ഒരു എന്നോട് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സെറ്റപ്പ് 2-3 ക്യാമറ, മെഹലി ക്യാമറ, ജിമ്മി ജീപ്പ് ഒക്കെ വെച്ചിട്ട് സാധാരണ നമ്മുടെ ജോഷി സാറിന്റെ വലിയ പടങ്ങൾ ആ സെറ്റപ്പ് തന്നെ വലിയ ഹെവി സെറ്റപ്പിലാണ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഒരു കൊച്ചു പടത്തിന് ഇത്രയും വലിയ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. സിനിമ നന്നാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ല സബ്ജക്റ്റുമാണ്. ഇപ്പൊ എന്താ അടുത്ത പ്രൊജക്ട് ഏതാണ്? ജോഷി സാറിന്റെ പ്രൊജക്ട് ഉണ്ടോ ഉടനെ? അതോ 2-3 പ്രോജക്ട് ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. ഡേറ്റ് ഒന്നും ഫൈനൽ ചെയ്തിട്ടില്ല. കുറച്ച് നാളായിട്ട് ഇങ്ങനെ മാറി നിൽക്കായിരുന്നു. അപ്പൊ ഈ സിനിമ ഒരു വിട്ടുവരാൻ വലിയ വമ്പൻ ബാനറുകളുടെ പടം ചെയ്ത മോഹൻജി അല്ലെ നമ്മുടെ പൊങ്കാലയുടെ സെറ്റിൽ കാണാൻ വ്യത്യാസം പറയാൻ ഒരുപാട് വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാല് ഞാൻ സിനിമ ചെയ്ത് തുടങ്ങിയത് 46 വർഷമായി. ഒരു 10-200 സിനിമ ചെയ്താണ്. അപ്പോ അന്ന് സിനിമ ചെയ്യുന്നു ഇന്ന് സിനിമ ചെയ്യുന്ന തമ്മിൽ ഒരുപാട് പ്ലസും മൈനസും പറയാനുണ്ട്. പക്ഷെ എന്നാലും എന്നെ സമയത്തോളം ഞാൻ ഇപ്പോഴും സിനിമ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും സിനിമ പഠിക്കുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുതിയ ജനറേഷനോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിനിമ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അന്നുള്ള താരങ്ങളുടെ ബഹുമാനം ഇന്നുള്ള താരങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടോ യുവതലമുറയിലെ? എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എല്ലാവരും റെസ്പെക്ട് കിട്ടുന്നുണ്ട്. ഒന്നും പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഓക്കെയാണ്. അങ്ങനെ ഒരു ആരെയും പുതിയ ജനറേഷനിലെ ആൾക്കാർ, ഡെഡിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരൊന്നും എല്ലാവരും ഡെഡിക്കേഷൻ ഉണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരവാൻ സംസ്കാരം പ്രശ്നമായിട്ട് വരുന്നുണ്ടോ? അങ്ങനെ ഒരു എന്താണ് ഒരു വിവാദത്തിലേക്ക് പോകുന്ന മറുപടി ഒന്നും ഞാൻ പറയാൻ തയ്യാറല്ല. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. സീനിയറുള്ള അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോ കാലത്ത് ആ സമയത്ത് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, ആ സമയത്തുള്ള നമ്മളെ ജനറേഷന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അത് എല്ലാ സമയത്തും ഉണ്ടല്ലോ. അതുപോലെ എല്ലാ കാലത്തും ആ വ്യത്യാസം ഉണ്ടായില്ല. ആ വ്യത്യാസം ഇനിയിപ്പം വലിയ അടുത്ത ജനറേഷൻ വരുമ്പോൾ ആ വ്യത്യാസം വീണ്ടും ഉണ്ടാവും. പണ്ടത്തെ ഒരു സിനിമ കുറച്ചുകൂടെ വലിയ രീതിയിലല്ലേ ഇപ്പം നമ്മൾ സിനിമ, ഇപ്പൊ എല്ലാ സ്ഥലത്തും സിനിമ എല്ലാവർക്കും അറിയാം. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് മധുരാശിയുടെ സമയത്ത് സിനിമ ആർക്കൊന്നും അറിയില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മറക്കാം. കേരളത്തിൽ എവിടെ പോയാലും ഷൂട്ടിംഗ് ഉണ്ട്, എല്ലാവർക്കും സിനിമയൊക്കെ അറിയാം. വിലായത്ത് ബുദ്ധ, അയ്യപ്പനും കോശിയും, സുബ്രഹ്മണ്യപുരം എന്നീ ചിത്രങ്ങളുടെ ഫൈറ്റ് മാസ്റ്ററായ രാജശേഖർ ആണ് ചിത്രത്തിലെ 12ഓളം സംഘടനകൾക്ക് നേതൃത്വം നൽകിയത്. இந்த மூவி வந்து எனக்கு தேட்டர் கூப்பிட்டு ஃபர்ஸ்ட் தேட்டருக்கு தேங்க்ஸ் சொல்கிறேன். இதில் வந்து நிறைய ஆக்ஷன் சீக்வன்ஸ் இருக்கு. இது வந்து இன்னைக்கு வந்து 19 நாள் வந்து பண்ணிட்டு இருக்கோம். ஸோ ஃபைட் பாசி நல்லா பண்ணுறப்பல, ஸோ ரியலாக ஒரிஜினலாக டூப்பெல்லாம் இல்லாமல் அவரை வச்சு ஒரிஜினலாக அவரு நீங்கள் படம் பார்த்தீங்கன்னா அது தெரியும் உங்களுக்கு. ஸோ இப்போ எல்லாமே உங்களுக்கு தான் எங்கே டூப் பண்ண க்ளீனாக தெரியுமே.
அந்த இடத்துல எடுத்து போட்டிருக்கீங்களே. ஸோ இதில் வந்து டோட்டலாக வந்து ரியலாக வச்சு பண்ணுறோம். அது ஒரு பர்டிகுலர் ஒரு விஷயம் சொன்னோன்னா மூவி பற்றி எல்லாமே சொல்லிடக்கூடாது. இருந்தாலும் படத்தை பார்த்து நீங்கள் தெரிஞ்சுக்கலாம். பட் அதில் எல்லாமே வந்து ரியலாக வந்து பண்ணிட்டு இருக்காரு. ஸோ வெரி குட். எனக்கு இந்த மூவி கிடைச்சதுக்கு ஃபஸ்ட்டு நான் டேரக்டர் தேங்க்ஸ் சொல்லணும். ஸோ நீங்கள் எல்லாம் பார்த்துருப்பீங்க ராஜசேகர் அப்படின்னா வந்து என்னோட ஃபைட்ஸ் எப்படி இருக்குன்னு உங்களுக்கு தெரியும். இதுவும் அதோட கொஞ்சம் பெஸ்ட்டாக கூட பண்ணியிருக்கோன்றது என்னால் சொல்ல முடியும். ஏன்னா எனக்கு வந்து ஆர்டிஸ்ட் வந்து நம்மளுக்கு கோஆப்ரேஷன் பண்ணும்போது வந்து ஆர்டிஸ்டும் சரி கோஆப்ரேஷன் பண்ணும்போது நம்ம நல்லா எடுக்கணுன்றது வந்து இந்த படத்தில் எனக்கு ஃபஸ்ட்டு நான் ஹீரோக்கு தேங்க்ஸ் சொல்லணும். நான் நம்ம என்ன சொல்கிறதோ அது தெரியாது முடியாது அப்படின்னா சொல்லாமல் ரிஸ்க் எடுத்து பண்ணுறது ரியலாக பண்ணும்போது வந்து அது வந்து ரொம்ப பெரிய விஷயம் தான். நான் வந்து அது ரோப்பெல்லாம் இல்லாமல் ஸோ நேச்சுரலாக வந்து பண்ணுறது ஒரு விஷயங்கள் வந்து எனக்கு இந்த படத்தில் சில படத்தில் நீங்கள் பார்த்துருப்பீங்க. அதோட இது கொஞ்சம் நான் பெஸ்ட்டாக எனக்கு இருக்கும். அது நான் சொல்கிறத விட நீங்கள் ஸ்க்ரீனில் பார்த்தீங்கன்னா உங்களுக்கு எல்லாம் தெரியும். ஸோ தி பெஸ்ட்டு பண்ணியிருக்கோம். நீங்கள் பார்த்து தெரிஞ்சுக்கிட்டீங்க. ஸோ அது இப்போ நான் நிற்கிற லொக்கேஷனே வந்து இதோட கிளைமேக்ஸோட பொசிஷன் தான் நின்றுட்டுருக்கோம். ஸோ இது எப்படி வரும்ன்ற வந்து கண்டிப்பாக என் மேலே ஒரு நம்பிக்கை உங்களுக்கு இருக்குது. அது கண்டிப்பாக அதோட ஜாஸ்தியாக இந்த படத்தில் பண்ணியிருக்கேன். பெருமை சொல்கிறதோட நீங்கள் பார்த்து சொல்லுங்கள். உங்களோட ஃபைட்டு நிறைய படத்தில் பார்த்துருக்கு ரீசன்ட்லி. மலையாளம் பிஜுமேனோன் மூவி. எஸ், எனக்கு வந்து நான் என்னோட தமிழ் நான் தான் சென்னையிலேருந்து வந்தாலும் சரி, பட் வந்து எனக்கு வந்து இந்த மலையாளில் வந்து ஒரு நல்ல அங்கீகாரம் கொடுக்குறாங்க. எனக்கு ரொம்ப பிடிச்சிருக்கு. ஸோ எனக்கு வந்து அங்கே கிடைக்காத ஒரு விஷயம் இங்கே ஒரு ஐப்பன் வச்சு ஒரு நேஷனல் அவார்ட் கிடைச்சிருக்கு. ஸோ அதனால் வந்து இந்த மலையாளத்துக்காரங்க எல்லாருக்குமே நான் என்ன பெஸ்ட் எந்தெந்த படத்தில் நான் இருக்கேன்னா எல்லாமே அந்த படத்தில் வந்து நான் தி பெஸ்ட் கொடுப்பேன்றது ப்ராமிஸ் பண்ணேன். ஸோ என்னால் எது பண்ண முடியுமோ அது கண்டிப்பாக நான் பண்ணிட்டேன். இதில் அதே மாதிரி பண்ணியிருக்கேன். ஸோ எனக்கு ஒரு பயங்கர அட்வான்டேஜ் வந்து என்னோட ஹீரோ வந்து ரியலாக பண்ணுறாரு. ஸோ எனக்கு அது நான் எப்படி எடுக்கணுன்றது வந்து எடுத்துகிட்ருக்கேன். ஸோ கூடியிருந்தா நீங்கள் அந்த மூவி பாருங்கள். பார்த்துட்டு நான் சொன்னது கம்பேர் பண்ணிங்கன்னா நீங்கள் ஈஸியாக புரியும். ஸோ இப்போ பிரேக் விட்டுருவோம். அந்த கேப்பில் பேசிட்டு இருக்கோம். ஸோ நம்ம കണ്ടിന്യൂ பண்ணணும். കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഫൈറ്റ് രംഗങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വിക്രമിൻ്റെ കങ്കവ എന്ന ചിത്രത്തിലെ കൊറിയോഗ്രാഫർ വിജി സതീഷാണ് പൊങ്കാല എന്ന ചിത്രത്തിന്റെ നൃത്തച്ചുവടുകൾ നൽകുന്നത്. This is Vijay Satish. I'm a choreographer for this movie, Pongala. I'm doing a song for this day sequence, but now the fight sequence is going on. So I came to visit the director, and this Pongala has come very nicely. I think Ellaru in movie Kanata, definitely they'll call back for the songs to call me as a choreographer. And this has come out very nicely, and Srinath has done a very, very wonderful job. And Surya has done a very, very good job. I really love to work with this team, and I'm here to, I'm blessed to work with this team actually. And thank you so much for this opportunity. Love you all. ഓക്കെ, ഇതിനകത്ത് ഫൈറ്റിന് പ്രാധാന്യമുണ്ടല്ലോ കൂടുതലായിട്ട്. മോർ ഇമ്പോർട്ടൻസ് ആണല്ലോ ഫൈറ്റിന്. Fight is more important. There is so much of fight in this happening. I think it's more than 18 to 20 fights is there, and he has done a really, really great job. Yeah, Okay. I have done almost 10 to 15 movies in Malayalam, like for Dilip Chetta and Mohanlal sir, and next time keep on moving on. And we'll see. മലയാളം മൂവീസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ് കൂടുതലായിട്ട്. മലയാളം Interested in Malayalam because the live and natural thing happens here. ഇവിടെ തന്നെ we will do all this live photography and live scenes and all, because Tamil we'll make more complicated, but here naturally we'll go for live locations, live acting, live dance. Everything is very, very nice, and eagerly waiting to do all the Malayalam film. ഗ്ലോബൽ ഫിലിംസിന്റെ ബാനറിൽ ബിനിൽ രചനാർത്ഥി സംവിധാനം ചെയ്യുന്ന പൊങ്കാല എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുനമ്പം ബീച്ചിനടുത്തുള്ള ഹാർബറിലാണ് ഷൂട്ട് നടക്കുന്നത്. നല്ല ഫൈറ്റ് സീനാണ്. ശ്രീനാഥ് ബാസ് ലൊക്കേഷനുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നല്ല കോസ്റ്റ്ലി ഫൈറ്റാണ് ഇവിടെ. കാര്യം ഇതിനുവേണ്ടി സെറ്റ് ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണാം. രാത്രി ഒരു 12 മണിയോടാകുന്നു. രാത്രി മിഡ് നൈറ്റാണ് ഷൂട്ട്. മുനമ്പം ബീച്ചിൻ്റെ അടുത്താണ്. ലൊക്കേഷൻ കണ്ട് നോക്കാം.
അല്ല അവിടുത്തെ ഫൈനൽ മാർക്ക് ആയിട്ടിരുന്ന് സ്റ്റാൻഡിംഗ് പൊസിഷൻ. ഇപ്പൊ നിൽക്കുന്നത് ഓക്കെ ആണെങ്കിൽ ഇനി ലെഫ്റ്റ് ആ അതെ ഓക്കെ. ഇപ്പൊ പുള്ളി നിൽക്കുന്നിടത്താണ് ബാസി മേലെ എത്തുമ്പോഴേക്കും നിങ്ങൾ അവിടെ എത്തും. നമ്മളെ എണീച്ചിട്ട് പുള്ളി മേലെ കയറി വരുമല്ലോ, അപ്പോഴേക്കും നോർമലി നമ്മളൊന്ന് അവിടെ എത്തും. റെഡി റെഡി മാസ്റ്റർ. ready feel clear abey maariye sir right sir artist right sir mark kudunga ne so artist important ready. ലക്ഷക്കണക്കിന് രൂപ ചിലവിട്ടുകൊണ്ടാണ് ക്ലൈമാക്സ് ഫൈറ്റ് രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകളും ആനയും തെയ്യം പോലുള്ള കലാരൂപങ്ങളും അണിയിച്ചൊരുക്കിയ അമ്പലത്തിലെ ഉത്സവപ്പറമ്പിലെ സംഘടനം ചിത്രത്തിന്റെ ഹൈലൈറ്റ്സ് ആണ്. ശ്രീനാഥ് വാസി നായകനാവുന്ന ചിത്രത്തിൽ ബാബുരാജ്, കിച്ചു ടെല്ലർ, സമ്പത്ത് റാം, അലൻസിയാർ, സുധീർ കരമന, ഇന്ദ്രജിത്ത്, സൂര്യാകൃഷ്, മുരുകൻ മാർട്ടിൻ, ജീമൻ ജോർജ്, ഷെജിൻ, യാമി സോന, സിനു സിജോ, രേണു സുന്ദർ, ശാന്തകുമാരി എന്നിവർ അഭിനയിക്കുന്നു. വൈപ്പിൻ, ചെറായി, മുനമ്പം പരിസര പ്രദേശങ്ങളിലാണ് പ്രധാന ലൊക്കേഷൻ. പ്രൊഡക്ഷൻ കൺട്രോളർ സെവനാർട്സ് മോഹൻ, എഡിറ്റർ കപിൽ കൃഷ്ണ, ആർട്ട് ഖമർ എടക്കര, കോസ്റ്റ്യൂം സൂര്യ ശേഖർ, മേക്കപ്പ് അഖിൽ തിരാജ്, പബ്ലിസിറ്റി ഡിസൈനർ ആർട്ടോ കാർപ്പസ്, കൊറിയോഗ്രഫി വിജയറാണി, സംഘടന മാഫിയ ശശി, രാജശേഖർ, പ്രഭു ചാക്കി, PRO MK ശശി. Ready order please.